സ്മൃതി, ആദ്യം കുഞ്ഞിക്കിഷൻ. മലമ്പുഴയിൽ VSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ്, പിന്നെ ആലപ്പുഴയിലേക്ക് വന്നാൽ G സുധാകരൻ, വീണ്ടും കണ്ണൂരിലേക്ക് പോയാൽ ഇപ്പോൾ ഇതാ TK ഗോവിന്ദൻ. കണ്ണൂരിൽ തന്നെ ഇപ്പോൾ കുഞ്ഞിക്കിഷൻ, അതേപോലെ TK ഗോവിന്ദൻ, രണ്ടുപേർ കണ്ണൂരിൽ മാത്രം വിമതരായിട്ട് നിൽക്കുന്നു. ഒരു വിസ്മയം കൂടി ഉണ്ടാവുമെന്ന് ഒരു രഹസ്യം പറച്ചിലുണ്ട്. ഇതുവരെയും അതിൽ വ്യക്തത വന്നിട്ടില്ല. കണ്ണൂരിൽ കോട്ട പിളരുകയാണോ? നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നുണ്ട്. അതെ, കോട്ട പിളരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരിൽ CPM ഒരു സ്വഭാവമുണ്ട്. അവിടെ എന്താ പറയുക, അത്രയും ഉരുക്കു കോട്ടയാണ്. അതിനെ ഭേദിച്ച് പുറത്തേക്ക് വരാറില്ല പൊതുവെ നേതാക്കൾ. അതിനകത്ത് തന്നെ പല ശബ്ദങ്ങളും നിശബ്ദരാക്കപ്പെടുകയാണ് പൊതുവെ സംഭവിക്കാറ്. എന്തെങ്കിലും എതിർ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ P ജയരാജൻ്റെ കാര്യത്തിലും നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എതിർ ശബ്ദങ്ങൾ ഏതുവരെ നിന്നിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPMലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളാണ്. ഈ 60-65 വർഷം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ G സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും 63 വർഷം, ഇപ്പോൾ TK ഗോവിന്ദൻ്റെ കാര്യത്തിലാണെങ്കിലും 60 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇത്രയും പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് TK ഗോവിന്ദൻ എന്ന് വെച്ചാൽ. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ അവിടെ പല ക്രൈസിസുകളും മാനേജ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ക്ലേ ആൻഡ് സെറാമിക്സിന്റെ ചെയർമാൻ ആയിരുന്നു, അല്ലേ? അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൈത്തറി കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് CPM ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ ചെയർമാനാണ്. അവിടെ ആ പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ അതിന് മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മയ്യിൽ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രദേശം എന്നുള്ളത് മലപ്പട്ടം എന്നാണ്. മലപ്പട്ടം, മയ്യിൽ പ്രദേശങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ആ മണ്ഡലം യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ തളിപ്പറമ്പ് പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് മുസ്ലിം ലീഗിനൊക്കെ കുറച്ച് സ്വാധീനമുള്ള മേഖലകളുണ്ട്. അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായാലും അതിനെ മറികടക്കുന്ന എപ്പോഴും ഈ ആന്തൂറിലും മലപ്പട്ടത്തിലെ വോട്ട് കൊണ്ടാണ്. അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകില്ല. ആ തരത്തിൽ അവിടെ പാർട്ടി കോട്ടയാണ്. തളിപ്പറമ്പ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പയ്യന്നൂർ, ഈ രണ്ട് സ്ഥലങ്ങളും പാർട്ടിയുടെ അത്രയും ശക്തമായ ഇടങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഒരു ഇളക്കമുണ്ടായിരിക്കുന്നത്. ആ ഇളക്കമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് TK ഗോവിന്ദൻ പറഞ്ഞത് എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഇപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് MV ഗോവിന്ദൻ അത് തൻ്റെ 3 ടേം കഴിഞ്ഞപ്പോൾ തനിക്ക് ശേഷം ഭാര്യ എന്ന രൂപത്തിലേക്ക് അത് നടപ്പാക്കുമ്പോൾ PK ശ്യാമള അവിടേക്ക് എത്തുന്നത് അതിന് പാർട്ടിയുടെ യഥാർത്ഥ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതിലൊരു ഗൂഢതന്ത്രമുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നു, പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. മണ്ഡലം കമ്മിറ്റികളിലടക്കം അതിനുണ്ടായ എതിർപ്പ്, അത് അദ്ദേഹം പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ 7 പേർ ശ്യാമള ടീച്ചർ മത്സരിക്കുന്നതിന് എതിരായിരുന്നു എന്നുള്ളതാണ്. 3 പേരുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താനും എതിർത്തു. ആ പേര് വന്നപ്പോൾ PK ശ്യാമളയാണ് എന്ന പേര് പറഞ്ഞു. ആദ്യം പറഞ്ഞൊരു സ്ത്രീ വേണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ വേണം എന്ന് പറയുമ്പോൾ താൻ നിർദ്ദേശിച്ചത് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യയുടെ പേരാണ്. അപ്പോൾ അങ്ങനെയല്ല, PK ശ്യാമള എന്ന പേരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ MV ഗോവിന്ദനും അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ താൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ പ്രചാരണത്തിന് ഉണ്ടാകില്ല എന്ന് താൻ തന്നെ തൻ്റെ എതിർപ്പ് അറിയിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇപ്പോഴും, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആൾ നടത്തുന്ന വാർത്താ സമ്മേളനമാണെന്ന് ഓർക്കണം. മറ്റേത് വി കുഞ്ഞികൃഷ്ണനാകട്ടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ 2 നേതാക്കളും ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചത്. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പുറത്തേക്ക് പോകുമ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ഖണ്ഡിക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ ഒരു വർഗ്ഗവഞ്ചകൻ എന്നുള്ള സ്ഥിരം ശൈലിയിലുള്ള ഒരു മറുപടിയാണ്. അതിലപ്പുറം ഈ ആരോപണങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ഗൗരവത്തുള്ള ആരോപണങ്ങൾക്ക് എന്ത് മറുപടി നൽകുന്നുള്ളതാണ്. എപ്പോഴും CPMുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്ന അഴിമതിയില്ലല്ലോ എന്നുള്ളതാണല്ലോ. പക്ഷേ പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പോൾ TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണമാണ്. അവിടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഫണ്ട് അത് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിന് ഉറപ്പില്ല. സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു, പൈസ പലതും വരുന്നു, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയെ കൊണ്ട് അത് പാർട്ടിക്കകത്തേക്ക് ആ കണക്കുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? സിനിമാക്കാരെയൊക്കെ കൊണ്ടുവരുന്നത്. സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് MV ഗോവിന്ദൻ്റെ മകനിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ ആ അഴിമതി ആരോപണം, MV ഗോവിന്ദൻ്റെ കുടുംബം അഴിമതിയാണ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഗുരുതരമായി ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് എന്താണ്, നമ്മൾ കേരളം ദീർഘകാലം ചർച്ച ചെയ്യുന്ന ആന്തൂർ സാജന്റെ മരണം ഒന്നുകൂടി ഈ ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉയർത്തിവിടുകയാണ്. ആന്തൂർ സാജന് ബിസിനസ് തുടങ്ങാൻ ഞാൻ ഈ കസേരയിലുള്ളപ്പോൾ സാധിക്കില്ല എന്ന്
പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ പാർട്ടി പത്രത്തിലടക്കം അപമാനിക്കപ്പെട്ട് വന്നിരുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവിടെ ആന്തൂറിൽ വലിയ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധമുയരുമ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ വേണ്ടി അന്ന് ആരാണ്? പി ജയരാജനാണ് ജില്ലാ സെക്രട്ടറി. പി ജയരാജൻ പറയുന്നു പി കെ ശ്യാമളയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് അവിടെ അണികൾക്ക് നൽകുന്നതെന്നുള്ളതാണ്. അത് അങ്ങനെ പറഞ്ഞ ശേഷം അത് തണുപ്പിക്കുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. പക്ഷേ പി ജയരാജന്റെ കാര്യത്തിൽ പിന്നീട് നടപടി ഉണ്ടാകുന്നു. പി ജയരാജനെ പിന്നീട് മത്സരിപ്പിക്കുന്നു, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതേസമയം വി എൻ വാസവനെ മാറ്റിയിരുന്നു. വി എൻ വാസവൻ പക്ഷേ പിന്നീട് തിരിച്ചെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പി ജയരാജന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് പി ജയരാജന് അതിൽ കിട്ടിയ ശിക്ഷ എന്നുള്ളതാണ്. അത് എം വി ഗോവിന്ദൻ അങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുത്തു എന്നാണ് അദ്ദേഹം ഉന്നയിപ്പിക്കുന്നത്. ഇനി പിണറായി വിജയൻ ഇതൊക്കെ അറിയാമോ? പിണറായി വിജയൻ ഇതൊക്കെ അറിയാമെന്നും പിണറായി വിജയൻ അതിലൊന്നും ഒന്നും ചെയ്യില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ അതിശക്തമായി ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംഘടനാ രീതിക്കും ധാർമ്മികതയ്ക്കും നിരക്കാത്ത രീതിയിലാണ് പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ആ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വർഗവഞ്ചകൻ, ഇതാണ് നമ്മൾ ജി സുധാകരന്റെ കാര്യത്തിലും കേട്ടുന്നത്. വർഗവഞ്ചകൻ എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ മറുപടി ഉണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. പാർട്ടിയുടെ അവിടുത്തെ കണ്ണൂരിലെ ആ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനൊക്കെ എം വി ഗോവിന്ദൻ മറുപടി പറയുമോ? പി കെ ശ്യാമള മറുപടി പറയുമോ? നമുക്കറിയാം തളിപ്പറമ്പിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. മധുസൂദനുമായി ബന്ധപ്പെട്ടും വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആരോപണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. രണ്ടുപേരും മത്സരിക്കാൻ ഇറങ്ങുന്നത് പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റേത് എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ടിലെ അഴിമതിയാണ്. ആ കണക്കുകൾ ശരിയായിരുന്നു, വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്കുകൾ ശരിയായിരുന്നു എന്നാണ് ഇന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് നേതാക്കളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ഇന്നതാ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പിന്തുണ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു തളിപ്പറമ്പിൽ 2116 വോട്ടിൻ്റെ UDF ലീഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ഉയർച്ചയുണ്ടാക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൊണ്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു എതിർപ്പ്, ഈ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്ന ടി കെ ഗോവിന്ദന്റെ എതിർപ്പ്, അത് അദ്ദേഹത്തിന്റെ മാത്രം എതിർപ്പാണോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിനൊപ്പം വേറെയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കണ്ണൂരിലെ നേതാക്കൾ അഥവാ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. ഇത് യഥാർത്ഥത്തിൽ അവിടെ ചില മറുപടികൾ ചിലർക്കായി നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലെ മറുപടിയാണ്. കണ്ണൂർ എന്നാൽ കോട്ടയാണ് എന്നും കണ്ണൂരിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പും ഈ പറയുന്ന പയ്യന്നൂരുമെന്നും ഒരു തരത്തിലും ഇളക്കം സംഭവിക്കുകയില്ല എന്ന് ആത്മവിശ്വാസം കൊള്ളുമ്പോഴാണ് ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം എന്ന് വരുന്നത്. അവിടെ കോൺഗ്രസിന് കൂടെ പിന്തുണ വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഈ പ്രചാരണത്തിൽ വരും. അപ്പോൾ മറിച്ച് ആ മറുപടി വർഗവഞ്ചകൻ എന്നുള്ള മറുപടി മതിയാവില്ല. അതിലപ്പുറം ഇവർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഇന്നുവരെയും അവരുടെ പാർട്ടിയുടെ ഭാഗമായിരുന്നല്ലോ. അവർ ഇറങ്ങിക്കഴിയുമ്പോൾ അവരങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഇതൊക്കെ ഉന്നയിച്ചിരുന്നു, അകത്ത് ഉന്നയിച്ചിട്ടും അത് അവിടെ കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നത് എന്ന ന്യായം ഇവർ പറയുമ്പോൾ തിരിച്ചുള്ള മറുപടികളും അതേപോലെ നല്ല ഉറച്ച മറുപടികളായിരിക്കണം. ആ മറുപടി ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ്. Meet the editors.